അപ്പൊ ചെങ്ങായിമാരെ, ടേസ്റ്റ് എഫ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ തട്ടുകട സ്റ്റൈലിൽ റോസ്റ്റ് ആക്കുന്നതൊന്ന് കണ്ടാലോ. നമ്മുടെ കോഴിക്കോട് ഇതിന് കടുക്ക എന്നാണ് പറയാ. കോഴിക്കോട് ഏറ്റവും സുലഭമായി കിട്ടുന്നത് ഒന്നാണ് നമ്മുടെ ഈ കല്ലുമ്മക്കായ അല്ലെങ്കിൽ കടുക്ക. എന്നാ വരി വീഡിയോ കാണാം. നമ്മുടെ റോസ്റ്റിന് വേണ്ടിയിട്ട് 1 കിലോ കല്ലുമ്മക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ 300 ഗ്രാമോ 250 ഗ്രാമോ കാമ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു തേങ്ങ, 1 കൈപ്പിടി തേങ്ങ നമുക്കൊന്ന് കൊത്താക്കി വെക്കണം. തേങ്ങാക്കൊത്ത് വേണം ഇതിലേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് പിന്നെ വേണ്ടത് 2 വലിയ സവാള, 1 മീഡിയം തക്കാളി, 2 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്, 4 എണ്ണം ആവാം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റാക്കിയും വെക്കണം. ആദ്യം ഒരു കടായി വെച്ചിട്ട് നമുക്ക് കല്ലുമ്മക്കായ 7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കല്ലുമ്മക്കായ വേവിക്കുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. 7 മിനിറ്റ് വേവിക്കണേ. വെള്ളം ഒഴിക്കേണ്ട. വെള്ളം നമ്മൾ കഴുകി കഴിഞ്ഞാൽ അതിൽ ഊറിയ വെള്ളം ഉണ്ടാവും. കല്ലുമ്മക്കായയിൽ ഊറിയ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 7 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം, ബ്രൗൺ കളർ ആവുന്നത് വരെ. അത് റെഡിയായാൽ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ മൂപ്പിക്കാം. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഉടയും വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് വെക്കാം. എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ ഇല്ല. ഇനി ഇത് 2 മിനിറ്റ് ഈ മസാലകളൊന്ന് മൂപ്പിക്കണം. ശകലം വെള്ളം ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കണം, മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് നല്ലപോലെ മൂപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. കല്ലുമ്മക്കായ ചേർത്ത ശേഷം 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ 5 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 4 അല്ലി മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ട് 1/2 മിനിറ്റ് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി തട്ടുകട സ്റ്റൈല് കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായ ആണോ കടുക്കാണോ വേറെന്താ പേരാണോ എന്ന് പറയുന്നത് ഒന്ന് അറിയിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. പറ്റുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ. അടുത്ത വീഡിയോ ഞാൻ വരും വരെ ചിൽഡ്രൻ ലിവ് വെൽ, ലിവ് സ്ട്രോങ്. ടാറ്റാ.